ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോമ്പ് തുറ റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് തലശ്ശേരി സ്പെഷ്യൽ തേങ്ങാമുറി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാണ്. കാണുമ്പോൾ തയ്യാറാക്കി എടുക്കാൻ പ്രയാസമാണെന്ന് തോന്നും, പക്ഷെ നല്ല ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് ഒരെണ്ണം മതി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 4 വരെ എടുക്കുക. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചേർക്കുമ്പോൾ അത്യാവശ്യം എരിവ് കിട്ടും. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് 4 വരെ ചേർക്കുക. കുട്ടികളും കൂടെ കഴിക്കാനുള്ളതാണെങ്കിൽ 2 മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് തോലൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 വരെ എടുക്കാം. ഇത് 150 ഗ്രാം ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഷ്രെഡ് ചെയ്തെടുത്തതാണ്. ഞാനിവിടെ കത്തി കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഒന്നുകിൽ ചോപ്പറിലിട്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുത്താൽ മതി. അരച്ചെടുക്കരുത്. ഇനി ഒരു പാൻ ചൂടാക്കി എടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ ഇപ്പോൾ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഈ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ എണ്ണയിൽ ചിക്കൻ ഒന്ന് മൂത്ത് വരട്ടെ. 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് എണ്ണയിൽ ഇതുപോലെ ഇട്ട് വഴറ്റിയെടുക്കുമ്പോൾ ആ ചിക്കൻ കുറച്ചും കൂടി ടേസ്റ്റ് ആവും കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഈ പാത്രത്തിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. 2 ചെറിയ സവാള നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി സവാള ഒന്ന് നിറം മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറം ഒന്നും ആവണ്ട, ഒന്ന് ചെറുതായിട്ട് കളർ മാറി വന്നാൽ മതി. അടച്ചു വെച്ച് വേവിക്കേണ്ട, തുറന്നു വെച്ച് വേവിച്ചാൽ മതി. സവാളയുടെ നിറം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങിലും ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ നോക്കുക ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 5 പുഴുങ്ങിയ മുട്ടയാണ്. ഞാനിപ്പോൾ 6 എടുത്തിട്ടുണ്ട്. 5 മതിയാവും ഈ അളവിലേക്ക്. 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട എല്ലാം ഈ മൈദയിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ മുട്ടയുടെ ചുറ്റും നേരത്തെ ഉണ്ടാക്കി വെച്ച പൊട്ടറ്റോ മസാല കൊണ്ട് പൊതിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വഴുതി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ മുട്ടയിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മസാല കൊണ്ട് ഒന്ന് പൊതിഞ്ഞെടുക്കാം. അധികം കനത്തിൽ ചെയ്യണ്ട, കുറച്ച് നൈസായിട്ട് മുട്ട കാണാതെ പൊതിഞ്ഞെടുത്താൽ മതി. ഒരു പാടും ഇല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ റൗണ്ടാക്കി എടുക്കുക. കൈകൊണ്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത മുട്ടയിലോട്ട് ഇത് ഓരോന്നായിട്ട് മുക്കിയെടുക്കുകയാണ്.
എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നന്നായിട്ട് മുട്ട പുരട്ടിയെടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ 15 മിനിറ്റ് വച്ചതിന് ശേഷമാണ് ഇത് മുട്ടയിലോട്ട് ഇട്ടത്, അതുകൊണ്ട് പൊടിഞ്ഞൊന്നും പോകില്ല. മുട്ടയിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിത് വീട്ടിലുണ്ടാക്കിയെടുത്ത ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്തെടുക്കുന്നത്, എന്നാലേ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ആദ്യമെല്ലാം ഓരോ പ്രാവശ്യം മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഒരു പ്രാവശ്യം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടെ നമ്മൾ കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ എടുത്തിട്ട് നേരത്തെ പോലെ തന്നെയാണ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഡബിൾ കോട്ടിങ് ചെയ്താലേ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഔട്ടർ ലെയർ ഇരിക്കുകയുള്ളൂ. നേരത്തെ പോലെ തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കൈകൊണ്ടൊന്നും കൂടി ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ അതെല്ലാം ഡബിൾ കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ ആയാലും മതി. തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ പാത്രം എടുത്താൽ മതി. നമുക്ക് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. പകുതിയെങ്കിലും പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. ഒരെണ്ണം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടെണ്ണ മുകളിലോട്ട് കോരി ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ ഈ ബ്രെഡ് ക്രംസ് വിട്ടു പോകില്ല. താഴെ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് വേകാനൊന്നുമില്ല, നമ്മളെല്ലാം വേവിച്ചെടുത്ത സാധനം തന്നെയാണ്. ഒന്ന് ബ്രൗൺ നിറമായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ എരിവ് ഇട്ടിട്ട് ഉണ്ടാക്കാം. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലേ? നല്ല ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോഴും തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇതുപോലെ തന്നെ ചെയ്താൽ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.